തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓംബുഡ്സ്മാൻ ഇല്ലാത്തതുകൊണ്ട് വീട് വയ്ക്കാനുള്ള സ്ഥലത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതെ വലയുകയാണ് കങ്ങരപ്പടി സ്വദേശിയായ അമ്പിളിയും കുടുംബവും. നമുക്ക് വീട് പണിയാനുള്ള സ്ഥലം ഒരു പൊതുവഴിയാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ പൊതുവഴി പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കണെയാണ്. അത് മുനിസിപ്പാലിറ്റി ടെൻഡർ ചെയ്ത് 2 ലക്ഷം രൂപ ടെൻഡർ വിളിച്ചിട്ട് നന്നാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ തൊട്ട അയൽവാസി അവരുടെ ഭാഗം ഓംബുഡ്സ്മാൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കുകയാണ് ഉണ്ടായത്. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓംബുഡ്സ്മാൻ ഇല്ലാത്തതുകൊണ്ട് വീട് വയ്ക്കാനുള്ള സ്ഥലത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതെ വലയുകയാണ് കങ്ങരപ്പടി സ്വദേശിയായ അമ്പിളിയും കുടുംബവും. എന്താണ് സംഭവിച്ചത്? നമുക്ക് വീട് പണിയാനുള്ള സ്ഥലം ഒരു പൊതുവഴിയാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ പൊതുവഴി പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കണെയാണ്. അത് മുനിസിപ്പാലിറ്റി ടെൻഡർ ചെയ്ത് 2 ലക്ഷം രൂപ ടെൻഡർ വിളിച്ചിട്ട് നന്നാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ തൊട്ട അയൽവാസി അവരുടെ ഭാഗം ഓംബുഡ്സ്മാൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ അതിനു വേണ്ടി ഓംബുഡ്സ്മാൻ നിലവിലില്ല. PD രാജൻ സാറ് മരിച്ച പിന്നെ പുതിയ ഓംബുഡ്സ്മാനെ സർക്കാർ നിയമിച്ചിട്ടില്ല. അപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിലൊരു റിവ്യൂവും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടനെ ഓംബുഡ്സ്മാൻ എത്തുമെന്നുള്ള രീതിയിൽ കേസ് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. കുഞ്ഞികൃഷ്ണൻ സാറ് ഹൈക്കോടതിയിലുള്ള കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ അടുത്ത ബെഞ്ചിലാണ് നമ്മുടെ കേസ് പരിഗണനയിൽ ഇരിക്കുന്നത്. ഇതാണ് വീട് പണിയാൻ പെർമിറ്റ് എടുത്തേക്കണ സ്ഥലം. അപ്പോൾ നമുക്ക് ഈ പറമ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വഴി നന്നാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും സർക്കാരും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നമുക്ക് ഈ വഴി ഒന്ന് നന്നാക്കി തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങളൊരു 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ കാട് പിടിച്ച വഴിയിലൂടെ വരാനായിട്ട് കുട്ടികളെയും കൊണ്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തു തരണമെന്ന്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വഴിയാണ് ഇത്തരത്തിൽ ഇവർക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാത്തത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയുള്ള വഴിയാണ്, അത് പൊതുവഴിയാണ്. ഇവിടെയാണ് ഈ കാണുന്ന വഴി വൃത്തിയാക്കാൻ തൊട്ടടുത്ത അയൽവാസി അഭിലാഷ് എന്നയാൾ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഇത് കോൺക്രീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഓർഡറാണ് കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇതുവഴി അങ്ങോട്ട് നടന്നു പോകാനുള്ള ഈ ഒരു വഴിയൊന്ന് ശരിയാക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഈ അഭിലാഷ് എന്ന വ്യക്തി ഇതൊന്ന് വൃത്തിയാക്കാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശുചീകരണ തൊഴിലാളികൾ എത്തിയതാണ്. അവരെ അവർ പേടിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ കങ്ങരപ്പടിയിലേക്കുള്ള ഈ റോഡിൻ്റെ വീതി കൂടുന്നതിൻ്റെ ഭാഗമായി അമ്പിളിയും കുടുംബവും താമസിക്കുന്ന ഈ വീട് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റിയതിന് ശേഷം മുകളിലത്തെ സ്ഥലത്ത് അവർക്ക് വീട് വയ്ക്കേണ്ടതാണ്. ആ വീട് വയ്ക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ഇതുവഴി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതിയിൽ ഇവർ നൽകിയ ഹർജിയിൽ കോടതി ഓംബുഡ്സ്മാൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഓംബുഡ്സ്മാൻ ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. ജസ്റ്റിസ് PD രാജൻ മരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ഒഴിവ് ഇങ്ങനെ കിടക്കുന്നത്. 8 മാസക്കാലമായി ഈ ഒരു ഒഴിവ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് അമ്പിളിയുടെ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഈ വാദം കേൾക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. അടിയന്തരമായി ഓംബുഡ്സ്മാനെ നിയമിക്കണം, അവരുടെ ഭാഗം കേൾക്കണം, അതിനുശേഷം ഈ വഴി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് വീട് വയ്ക്കാൻ കഴിയുകയുള്ളൂ. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.